ഇല്ലടികളെ ഞാൻ യൂട്യൂബിൽ നോക്കുന്ന സമയത്താട്ടാ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കൊട്ടിയൂർ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ എന്ന് വെച്ചാൽ കണ്ണൂരിലെ കൊട്ടിയൂർ ശിവക്ഷേത്രം അല്ല ഇല്ലാടല്ലേ കൊട്ടിയൂർ അമ്പലം എനിക്ക് അതറിയുള്ളൂ. എനിക്ക് ദൈവത്തിനെ കുറിച്ചൊന്നും അറിയാത്ത കാരണം വലിയ പിടുത്തമില്ലാടല്ലേ കൊട്ടിയൂർ സംഭവം ആ ഒരു ക്ഷേത്രം ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലം കൊട്ടിയൂരാണ് കേട്ടത്. അതിനിപ്പോൾ 30-ാം തീയതി വരെ അങ്ങനെ എന്തോ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റീലൊക്കെ ഫുള്ള് കൊട്ടിയൂരാണ് കേട്ടല്ലേ. അപ്പോൾ നടന്മാരും ഇല്ലെങ്കിൽ വേറെ അവർക്ക് പോകുമല്ലോ. അപ്പൊ ജയസൂര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടിയൂർ അമ്പലത്തിൽ വിസിറ്റിന് വേണ്ടി വന്നില്ല. അത് കാരണം തൊഴുതാൻ വേണ്ടി വന്നു. ഇപ്പൊ സാധാരണ അങ്ങനെയാണ്. ഇപ്പൊ VIP കളൊക്കെ തൊഴുതാൻ വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പ്രത്യേക ഒരു ക്യൂ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പഴനി പോയ സമയത്താണ് ഇവിടെ കണ്ടത്. പക്ഷെ പഴനി പോയ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കണ്ടില്ല. ക്യൂ നിന്ന് പരിപ്പളകി പറഞ്ഞ പരിപ്പളകി ഏകദേശം 2-3 മണിക്കൂർ ക്യൂ നിന്നു. അതും സീസൺ അല്ലാത്ത സമയത്താണ് ഇവിടെ 2-3 മണിക്കൂർ. സീസൺ സമയത്ത് ഒരു ദിവസം ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പൊ 2-3 മണിക്കൂർ ക്യൂ നിന്നിട്ടാ. എന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ മുകളിൽ എത്തിയില്ല. ആ സമയത്ത് ഒരു 2-3 പേര് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊട്ടക്ഷനോട് വരുന്നു. ഇവർ ഡയറക്റ്റായി ദർശനം നടത്തുന്നത് പോകുന്നു. പിന്നെ കിലടല്ല ഞാൻ മെയിനായിട്ട് അമ്പലങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ തന്നെ 10 രൂപയ്ക്ക് നമുക്ക് 10 രൂപ കൊടുത്തൊരു ക്യൂ നിൽക്കേണ്ടവർക്കുണ്ട്, 20 രൂപ ക്യൂ നിൽക്കേണ്ടവർ 100 രൂപയുണ്ട്, അങ്ങനെ 1000 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഏതൊക്കെ അമ്പലം നിങ്ങൾക്ക് ഊഹിച്ചാന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു ബിസിനസ് പോലെ കിലടല്ല. അതെന്തോ ആ വഴി നിൽക്കട്ടെ. അപ്പൊ ജയസൂര്യ കൊട്ടിയൂർ അമ്പലം ദർശിക്കാൻ വേണ്ടി വരികയാണ് കിലട, പ്രവർത്തിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ജയസൂര്യയുടെ കൂടെ കുറച്ച് പേരുണ്ടാവുമല്ലോ. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ വന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ദേവസ്വംകാർ വിളിച്ചാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടല്ല. അപ്പൊ ആളെന്ത് കേട്ട് ജയസൂര്യന്റെ ഫോട്ടോ ആദ്യം എടുത്തു. അപ്പോൾ ജയസൂര്യയുടെ കൂടെയുള്ള ഒരാളെ വന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ലെൻസൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് വെളിയിൽ പോവാണ്. വെളിയിൽ പോയ ശേഷം പിന്നെയും അമ്പലത്തിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവർ തന്നെ ജയസൂര്യയുടെ കൂടെയുള്ളവരെ വന്നിട്ട് പുള്ളിക്കാരൻ മർദ്ദിക്കുകയാണ്. എടുത്തങ്ങിട്ട് എയറിലൊക്കെ ഉണ്ടല്ലോ അടിച്ച് പൊളിക്കുകയാണ്. അത് എന്താ കാരണമുള്ളതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതാണ് പുള്ളിക്കാരൻ എന്തുകൊണ്ട് ആളെ ഫോട്ടോ എടുക്കാൻ പോയി. ഞാൻ പിന്നെ മെയിനായിട്ട് പൊതുവെ പറയണില്ല, ഈ നടന്മാരാണെങ്കിലും ഇനി ആരെയാണെങ്കിലും വളർത്തുന്നതൊക്കെ ജനങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ ജനങ്ങളെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഇവന്മാരൊന്നും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ തന്നെ കിലർ ഇവരെ വളർത്തുന്നത്. ഇപ്പൊ തളർത്താനും അറിയാം, ഒരാളെ ഉയർത്താൻ അറിയെങ്കിൽ അയാളെ താഴ്ത്താനും അറിയാം. അത് ഉറപ്പാണ്. അപ്പൊ ജയസൂര്യ ഒന്നും പ്രതികരിച്ചില്ല. ജയസൂര്യ കൂടിയുള്ളവരും പ്രതികരിച്ചിരിക്കില്ല. എന്തിനാണ് ഏതിനാണെന്നും അറിയില്ല. ഇവന്മാർക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വീഡിയോ ന്യൂസ് നോട്ട് പ്ലേ ചെയ്യാട്ടാ. പുള്ളിക്കാരൻ പറയാം, പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണ് കേട്ടല്ലേ. ആൾ അവിടെ നിന്നും പറയുന്നുണ്ട്. ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട, നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട. നിന്നോട് 2 തവണ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഫോട്ടോ അമ്പലത്തിലെ ഫോട്ടോ കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ നിങ്ങൾ 2 തവണ ഫോട്ടോ അമ്പലത്തിൽ ഇവിടെ ജയസൂര്യ നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ദേവസ്വം നിയമിച്ച അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ്. അപ്പം ഇന്ന് രാവിലെ വിളിച്ചു, ജയസൂര്യ വരുന്നുണ്ട്, എടുക്കണമെന്ന് പറയും. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്തിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്, ജയസൂര്യ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അതിൻ്റെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂര്യൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എൻ്റെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു, ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് തോന്നുന്നു, ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ല തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരിച്ചിരുന്നു. അപ്പോൾ ലെൻസ് സ്ക്രാപ്പ് ചെയ്തതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തോളൂ, റെക്കോർഡ് പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയസൂര്യൻ്റെ ഒപ്പമുള്ള 2-3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വം ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയിട്ട് CCTV ദൃശ്യം കൃത്യമായിട്ട് കിട്ടും, അവിടെയുണ്ട്. എന്നെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ 3 കൂടി ചേർന്നിട്ട് എൻ്റെ വയറിന് ശക്തമായി ഇടിക്കുന്നത്, കൈ പിടിച്ച് ഇടിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഈ എവിടുത്തെ മാധ്യമപ്രവർത്തനായാലും എവിടുത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും, പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ വയറിപ്പം നല്ല വേദനയുണ്ട്. ഞാനിപ്പോൾ ആശുപത്രിയിലുള്ളത്, നല്ല വേദനയുണ്ട്. അവർ ഈ ജയസൂര്യ മുന്നിൽ നടന്നതിനൊപ്പം ഇവരുണ്ട്. ഇവരോട് 10-12 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരാണ് എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. പോലീസ് ഒരു കോൺസ്റ്റബിൾ അല്ല, സാധാ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും നോക്കിയിട്ട് തന്നെ ഇല്ല. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആദ്യം തടയാൻ ശ്രമിച്ചു, പിന്നീട് അയാൾ ഒഴിവായി പോവുകയാണ് ചെയ്തത്. പിന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് നമ്മളെ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ മർദ്ദിക്കാനുണ്ടായത്. അപ്പൊ അതാണെങ്കിലല്ലേ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നീട് മർദ്ദിക്കുകയാണ്. എന്തോന്നടേ ഇതൊക്കെ? പിന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിക്കാൻ നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഇതെന്തോ ദേവസ്വം ബോർഡിലാണല്ലേ. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫറാണെന്ന് ആൾ പറയുന്നുണ്ട്. എന്നിട്ട് ആൾ ആദ്യം വന്ന് നോക്കുകയാണ്. എന്താ വെച്ചാൽ ആളെ മർദ്ദിക്കുമ്പോൾ മറ്റേ ദേവസ്വം ബോർഡിലെ ആൾക്കാരെ വന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല, കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്തോന്ന അവസ്ഥ ഞാൻ പറഞ്ഞത്. അതാണ് ഇല്ലാട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മളിപ്പോ ഇത്ര വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും അവരെ വളർത്തുന്നതൊക്കെ ജനങ്ങളാണ്. മനസ്സിലല്ലേ? അതിപ്പോ ജനങ്ങൾക്ക് താഴ്ത്താനും അറിയാം. അത് മനസ്സിലാക്കിയ കാര്യം കൊള്ളാവുന്നതിന് നമ്മൾ പറയുന്നുള്ളൂ.
അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. എന്ന് വെച്ചാൽ അമ്പലത്തിന് ഫോട്ടോ എടുക്കുമ്പോഴാണ് മർദ്ദിക്കുന്നത് കൂടെ വന്നിട്ട്. എന്ന് വെച്ചാൽ ആദ്യം ജയ്സൂര് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പൊ ലെൻസ് ഇവിടെ തിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാം പ്രാവശ്യം വന്നിട്ട് അമ്പലത്തിന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിന്നോട് പറഞ്ഞല്ലോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. എന്തിന് ഇവർക്ക് എന്താ പ്രശ്നം ഇപ്പൊ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ? എന്തൊക്കെ കാണണം കേട്ടോ. അതാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിലറെ ഈ ഒരു പാർഷ്യാലിറ്റി ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ പൈസ ഉള്ളവരൊരു ഇത് പൈസ ഇല്ലാത്തൊരു ഇത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ അമ്പലത്തിന്റെ കാര്യമില്ല, നമ്മൾ പറഞ്ഞ നമ്മൾ ലാസ്റ്റ് കുറ്റക്കാരനാവും, എല്ലാവരും കൂടി നമ്മുടെ നേർക്ക് തിരിയും. അത് അങ്ങനെ ഉണ്ടെങ്കിലല്ലോ സത്യമായിട്ട് നമുക്കത് കുറെ അനുഭവമുണ്ട്. അപ്പൊ ഇതാണ് സംഭവം, പുള്ളിക്കാരനെ മർദ്ദിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റബിൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു പറയുന്നൊരു കാര്യമല്ല, ആരും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നു സാറുമാരെ, ഇതിപ്പോ എത്ര വലിയ ഇപ്പൊ VIP ആണെങ്കിലും എന്താണെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കേണ്ടി വേണം. ഇപ്പൊ സാധാ ജനങ്ങളാണെങ്കിൽ ശരി, ആരാഴ്ച അത് തെറ്റ് കണ്ടാൽ പ്രതികരിക്കേണ്ടി വേണം. അതിനിപ്പോ വലിയ നോളജോ കാര്യങ്ങളോ വലിയ ഇതൊന്നും വേണ്ട, അതേ പറയാനുള്ളൂ.